ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് മൈസൂരിലുള്ള വേണുഗോപാല സ്വാമി ടെമ്പിൾ. അപ്പോൾ ഇത് മൈസൂരിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ പുരാതനമായ ഒരമ്പലമാണ്. ഏകദേശം 12-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാലസ് നിർമ്മിച്ച ഒരമ്പലമാണ് ഈ വേണുഗോപാല സ്വാമി ടെമ്പിൾ. ഈ അമ്പലം KRS ഡാമിന് അടുത്താണ്. ഇതിന് 3 വശവും കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 3 വശവും. അപ്പോൾ 1930 KRS ഡാം പണിയുമ്പോൾ ഈ അമ്പലം പൂർണ്ണമായിട്ടും കാവേരി നദിയിൽ മുങ്ങിപ്പോകുന്നു. പിന്നെ ഈ അമ്പലത്തിൻ്റെ റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2002-ലാണ്. അത് കോടൈ ഫൗണ്ടേഷൻസ്, അതിൽ ശ്രീഹരി കോടൈ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആകുന്നത് 2011. അപ്പോൾ അതിന് ഈ കാവേരി നദിയുടെ തീരത്ത് തന്നെ സ്ഥലം മേടിച്ച് ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ഓരോ കല്ലുകൾക്കും നമ്പറിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ആ അമ്പലം. അപ്പോൾ ആ അമ്പലം പഴയതുപോലെ തന്നെ കാവേരി നദിയുടെ തീരത്ത് പുനർനിർമ്മിച്ചു. ഈ അമ്പലത്തിനകത്ത് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ അവർ അലൗ ചെയ്യത്തില്ല. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതിനു മുമ്പിൽ കാണിക്കവഞ്ചികളോ സംഭാവനകളോ ഒന്നും ഈ അമ്പലം സ്വീകരിക്കുന്നതല്ല. നമുക്ക് എത്ര സമയം വേണേലും പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ മേടിക്കുക പോരുക. അല്ലാതെ അവിടെ കാണിക്ക ഇടുകയോ സംഭാവനയോ ഒന്നും അവർ സ്വീകരിക്കുന്നതല്ല. അതവിടെ എഴുതി വച്ചിട്ടുമുണ്ട്. ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഒരു 8ഓളം മണ്ഡപങ്ങൾ, ഇതുപോലെ ഉള്ള മണ്ഡപങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് സുഖമായിട്ട് പോയിരിക്കാം. അതുകൂടാതെ തന്നെ വലിയ ലോണുകളും അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഈ കല്ലിൽ തീർത്ത കസേരകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ കാവേരി നദിയുടെ അകത്ത് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഇത് നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ കാണുന്നത് ഈ അമ്പലത്തിൻ്റെ മുൻഭാഗമാണ്. നമുക്ക് പലപ്പോഴും ഇതിൻ്റെ പുറത്ത് നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഒരു 2-3 ഫോട്ടോ എടുക്കാൻ അവരനുവദിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. പക്ഷേ എങ്കിലും അവരനുവദിക്കത്തില്ല. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് നല്ല വിശാലമായ പാർക്കിംഗ്, പിന്നെ വളരെ ക്ലീനായ വാഷ്റൂം, ഇതൊക്കെയാണ് ഇതിനെ എടുത്തു പറയേണ്ട. ഇതൊരു ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ ഘടകങ്ങൾ. നമുക്ക് അകത്ത് കയറാനും അകത്ത് കയറി ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ യാതൊരു കാരണവശാലും നമുക്ക് ഫോട്ടോയിൽ പകർത്താൻ പറ്റത്തില്ല. ആയതിനാൽ ഈ അമ്പലം കോടൈ ഫൗണ്ടേഷൻ പുനർനിർമ്മിക്കുന്ന സമയത്തുള്ള കുറേ സ്റ്റിൽസ് ഞാനിവിടെ കാണിക്കാം.
അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.